അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വേറെ കറിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ചുണ്ടായില്ല. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു നിസ്സാര പച്ചക്കറി കിട്ടിയിട്ടാ. നിസ്സാരം എന്ന് വെച്ചാൽ നിസ്സാര പച്ചക്കറി. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒന്ന് വെട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാള ഇടുന്നുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആ വെജിറ്റബിൾസും ഈ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടേ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ അത് കുക്കറിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒരു 2-3 വിസിലടിക്കട്ടെ എന്ന് വെച്ചു. അപ്പോഴേക്ക് ഞാൻ ഒരടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കാൻ തന്നെ സാമ്പാർ പൊടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പോൾ എന്ത് കറിയാണ് ഉദ്ദേശിക്കുന്നത് വെക്കാൻ പോകുന്നതെന്ന്. അതായത് നമുക്ക് സാമ്പാർ വെക്കുന്ന ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട, നിസ്സാര പച്ചക്കറി മതി. നമുക്ക് ഒരുപാട് ഇട്ടിട്ട് നമുക്ക് സാമ്പാർ വെക്കാമെന്നാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ എല്ലാ പൊടികളും ഞാൻ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണേ. അപ്പോൾ നല്ല കുറുകുറാന്നിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഇതും എല്ലാം കൂടി നമ്മൾ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ അവിടെ ഇരുന്നിട്ടാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഇതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു.